നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലേന്ദ്രൻ ഗംഗാധരനോട് ആക്രോശിക്കുകയാണ്. സത്യം പറ ഗംഗേട്ട, വൈജ ഒരു കുഞ്ഞിന് ജന്മം നൽകിയായിരുന്നു 22 വർഷം മുമ്പ്. ഇത് കേട്ടപ്പോൾ ഗംഗാധരൻ ഞെട്ടലോടെ ഇങ്ങനെ നോക്കുവാണ് ബാലേന്ദ്രനെ. എന്താ ബാലേന്ദ്രൻ എന്തൊക്കെയാ പറയണേ? ഞാൻ ചോദിച്ചതിന് മാത്രം എനിക്ക് ഉത്തരം കിട്ടിയാൽ മതി. തിരിച്ചിങ്ങോട്ട് ചോദ്യം വേണ്ട. എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടണം. സത്യം പറ, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയായിരുന്നോ? അങ്ങനെ ചോദിക്കണം. ഒരു നിമിഷം ഗംഗാധരൻ വല്ലാതായി. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, അത് പിന്നെ ബാലേന്ദ്രൻ, ദേ ഉത്തരം കിട്ടാത്ത ചോദ്യമൊന്നും അല്ലത്. ഞാൻ ഒരേ ഒരു ചോദ്യം മാത്രമേ ഗംഗേട്ടനോട് ചോദിച്ചുള്ളൂ. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. സത്യം പറ, എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടണം. ഒടുവിൽ ഗംഗാധരന് മനസ്സിലായി ബാലേന്ദ്രന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ബാലേന്ദ്രൻ്റെ മുന്നിൽ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്ര ഒന്ന് സമാധാനപ്പെട്, എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം താട്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. വേണ്ട, എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും കേൾക്കണ്ട. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മാത്രം കിട്ടിയാൽ മതി. എനിക്ക് അധികം സംസാരിക്കാനൊന്നും സമയമില്ല. ഞാൻ ഇത്ര ദൂരെ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാലോ? ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എൻ്റെ നെഞ്ചു പടഞ്ഞുകൊണ്ടിരിക്കുക. അത് ഗംഗേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും കാലം ഞാൻ കബളിക്കപ്പെടുമായിരുന്നു. എനിക്ക് സത്യങ്ങൾ അറിയണം. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, അത് പിന്നെ ശരിയാ. ബാലേന്ദ്രൻ പറഞ്ഞേ 22 വർഷം മുമ്പ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും ബാലേന്ദ്രൻ്റെ നെഞ്ചിനകത്തൊരു ഇടുത്തി വീണു. പെട്ടെന്ന് ബാലേന്ദ്രൻ ചെന്ന് ഗംഗാധരൻ്റെ കോളറിനോട് കുത്തിപ്പിടിച്ചു. അപ്പം ഇത്രയും കാലം എല്ലാവരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നില്ലേ? നിങ്ങളും ശിവേട്ടനും എല്ലാവരും ചേർന്നിട്ട് ഒരു കുടുംബത്തെ തന്നെയാണല്ലോ നിങ്ങൾ നശിപ്പിച്ച് കളയാൻ ശ്രമിച്ചേ. എന്നിട്ട് എല്ലാ രഹസ്യങ്ങളും ഒളിച്ചു വെച്ച് എൻ്റെ തലയിലേക്ക് അവളെ നിങ്ങൾ കെട്ടിവെച്ചു, സ്വന്തം സഹോദരിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്. അല്ല ബാലേന്ദ്ര, അതല്ല സത്യം. വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഗംഗേട്ട. അതും പറഞ്ഞുകൊണ്ട് ഗംഗാധരനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുക. ബാലേന്ദ്രൻ്റെ സമനില തെറ്റിപ്പോയി. എന്താ ബാലേന്ദ്രനും ചെയ്യുന്നതെന്ന് ബാലേന്ദ്രന് പോലും മനസ്സിലായില്ല. എങ്കിലും ഇത്രയ്ക്ക് എന്നോട് വേണ്ടിയിരുന്നില്ല. ഇത്രയ്ക്ക് വലിയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ നിങ്ങളെ സ്വന്തം സഹോദരനെ പോലെ കണ്ട്, എന്നിട്ട് നിങ്ങൾ ചെയ്ത ചതിയോ? ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. ഇത്രയും കാലം വേണ്ടി വന്നില്ലേ? അധികകാലം ഒന്നും കള്ളത്തരം മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറയും. പക്ഷേങ്കിൽ ഈ 10-22 വർഷക്കാലം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിവിദഗ്ധമായിട്ട് എന്നോട് മറച്ചു വെച്ചു. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഗംഗേട്ട എന്നെ ചതിക്കാനായിട്ട്? നിങ്ങൾക്ക് ഒരു വാക്കെന്നോട് പറയാൻ മേലായിരുന്നോ? ഗംഗാധരൻ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ബാലേന്ദ്ര. ഞാൻ വേണം നിന്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം. ക്ഷമയോ? ഇനി അതിന് പ്രസക്തിയൊന്നുമില്ല. ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ ഇത്രയും വലിയ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഞാൻ വൈജയെ മനസ്സിലാക്കാതിരുന്ന 3 വർഷം ഉണ്ടായിരുന്നുള്ളൂ. അത് ആഗ്രഹം വെച്ചും പിന്നീട് തിരുവനന്തപുരത്ത് വെച്ചും മാത്രമാണ്. ഈ 3 വർഷക്കാലം മാത്രമേ എനിക്ക് അവളെ മനസ്സിലാക്കാതെ പോയുള്ളൂ. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ഏതാന്നൊക്കെ. ആ 3 വർഷത്തിനിടയ്ക്ക് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. വൈജ ഞാൻ അറിയുമ്പോൾ മുതൽ നല്ലൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ അതിനുശേഷം അവൾക്ക് വന്ന മാറ്റം ഞാൻ കരുതി അവളുടെ സ്വഭാവത്തിൽ വന്ന് മാറ്റമായിരിക്കുന്നു. പക്ഷെ അവളുടെ സ്വഭാവത്തിന് ആ മാറ്റം വരാൻ കാരണം ഇപ്പോഴിതായിരുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കാരണം കൊണ്ടായിരുന്നില്ലേ? സത്യം പറ ഗംഗേട്ട, അതിനുശേഷം സംഭവിച്ചെന്താ? ആരുടെ കുട്ടിയെ അവൾ പ്രസവിച്ചേ? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. അങ്ങനെ ബാലേന്ദ്രൻ ഗംഗാധരനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ആഗ്രഹം തിരുവനന്തപുരത്തെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ബാലേന്ദ്രൻ അറിയണമായിരുന്നു. വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അതേസമയം വൈജ നല്ല ടെൻഷനില്ല. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഫോണ്. എവിടെയായിരിക്കും? ബാലേന്ദ്രൻ വിളിച്ചിട്ട് കോൾ എടുക്കാതൊന്നും ഇരുന്നിട്ടില്ല ഇതുവരെയായിട്ടും. രാവിലെ അലീനയ്ക്ക് നല്ല ടെൻഷൻ. ഇതുവരെയായിട്ടും ബാലേന്ദ്രൻ സാറ് മടങ്ങി എത്തിയിട്ടില്ല. എവിടെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നീട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി ചോദിച്ചു, മോളെ ബാലേന്ദ്രൻ വന്നോ? ഇല്ല മുത്തശ്ശി, ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. എവിടെ പോയെന്നറിയത്തില്ല. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, മോൾ ആ മനുവിനെ ഒന്ന് വിളിച്ചു നോക്കുക. അങ്ങനെ മണിശങ്കറെ വിളിക്കുക. മണിശങ്കർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് അങ്കിൾ എടുക്കുന്നില്ല. എന്തേലും കാര്യം അറിയുവാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം. അല്ല, എവിടെ പോയതായിരിക്കും സാർ ഇങ്ങനെ പറയാതെ പോകുന്നതാണോ? എൻ്റെ അറിവിൽ ഇങ്ങനെ പറയാതെ പോകുന്നതല്ല. എവിടെ പോയാലും ആൻറ്റിയോട് പറഞ്ഞിട്ട് പോകുന്ന. ഇത് തക്കതായ കാരണം കാണും. നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും കാരണമായിരിക്കും. അതെന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അതും പറഞ്ഞിട്ട് മണിശങ്കർ കോള് കട്ട് ചെയ്തു. വൈജയന്തി നല്ല ടെൻഷനിലാണ്. വൈജയന്തിക്ക് അന്ന് ബാങ്കിലേക്ക് പോകാതിരിക്കാനും പറ്റില്ലായിരുന്നു. വൈജയന്തി പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് കൃഷ്ണമോള് വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ അച്ഛൻ എന്താ ഇതുവരെയായിട്ടും വരാത്തേ?
അച്ഛനമ്മയെ വിളിക്കോ മറ്റോ ചെയ്തോ? അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞില്ല, എന്നെ ആരും ഒന്നും വിളിച്ചിട്ടില്ല, ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല, എങ്ങോട്ട് പോയി എവിടെ പോയി എന്ന് ആര് കണ്ടു? അല്ലെങ്കിൽ പഴയ സ്വഭാവമൊന്നുമല്ല ബാലേന്ദ്രൻ നല്ല മാറ്റമുണ്ട്. കൃഷ്ണമുള്ള പറഞ്ഞു, എങ്ങനെ അമ്മയോട് പറയാനാ? അമ്മയോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ അമ്മ കടിച്ചു തിന്നാൻ ചെല്ലില്ലേ? അച്ഛന് ദേഷ്യമായി കാണും. സത്യം പറ, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിട്ടോ? ഞാൻ എന്തിനാ നിന്റെ അച്ഛനോട് വഴക്കിടുന്നേ? അല്ല, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും അതേലോ, അച്ഛനെ ആരെങ്കിലും ചീത്ത പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ടാ ചോദിച്ചേ. ഇനി വഴക്കിടാനും അച്ഛൻ പോയതാണെന്ന്. എടി, ഞാൻ വഴക്കിട്ടൊന്നുമില്ല. അങ്ങനെ വഴക്കിടേണ്ട സന്ദർഭം ഉണ്ടായിട്ടുമില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നോളൂ. അത് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് കയറിപ്പോയി. വൈജയന്തി ബാഗിലേക്ക് പോയി. പക്ഷെ പോകുന്ന വഴിക്കും വൈജയന്തിയുടെ ഉള്ളി ബാലേന്ദ്രനായിരുന്നു. ബാലേന്ദ്രൻ ഇതുവരെയായിട്ടും പറയാതെ ഒരിടത്തും പോയിട്ടില്ല. ഇതെന്ത് പറ്റി, എങ്ങനെയാ, ഒന്നും ഒരെത്തും പിടി കിട്ടുന്നില്ല. ആ ഒരു ടെൻഷൻ വൈജയന്തിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതേസമയം ബാലേന്ദ്രന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഹോട്ടൽ റൂമിൽ കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഗംഗാധരൻ പോകുന്നത്. ബാലേന്ദ്രൻ ഗംഗാധരനോട് പറഞ്ഞു, ഇനി ഗംഗേട്ടൻ പോയിക്കോ, ഞാൻ വീട്ടിലേക്ക് തിരികെ പോയിക്കോളാം. അല്ല ബാലേന്ദ്രൻ, ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുത്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിലും പ്രശ്നങ്ങൾ മൊത്തം എനിക്കല്ലേ. ഞാൻ ഇത്രയും കാലം അനുഭവിച്ചേ. എന്നെ എല്ലാവരും കൂടെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചില്ലേ? എന്നിട്ടോ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പോലും അല്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ ഗംഗേട്ട, എന്ത് ചെയ്യണമെന്ന്. അതും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം ഓർത്ത്, ഇതെന്ത് പറ്റി ഇവന് ഇത്രമാത്രം അറിയണമെങ്കിൽ അതിന് തക്കതായ എന്തോ ഒരു കാരണമുണ്ട്. ഒരു പക്ഷേ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇവന് കിട്ടിക്കാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഗംഗാധരന്. അങ്ങനെ ഗംഗാധരൻ തിരികെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മാലതി ചോദിച്ചു, അല്ല ബാലേന്ദ്രൻ എന്തിയേ? ബാലേന്ദ്രൻ വന്നില്ലേ? അവൻ വന്നില്ല. അല്ല, എന്താ ഗംഗേട്ട കാര്യം? എന്തിനാ ബാലേന്ദ്രൻ വിളിപ്പിച്ചേ? എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്ത് കാര്യമാ? വൈജയോട് പോലും പറയാതെ പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അല്ല, നീ വൈജയെ വിളിച്ചു പറഞ്ഞോ അവനിവിടെ ഉണ്ടെന്ന്? ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എന്ത് പ്രശ്നം? അല്ല, ആഗ്രയിലെ കാര്യങ്ങളും ട്രിവാൻഡ്രത്തെ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞു. അറിഞ്ഞെന്നോ? മൊത്തം കാര്യങ്ങളും അറിഞ്ഞു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അവൾ പ്രസവിച്ച കഥകളൊക്കെ അറിഞ്ഞു. അതെന്നോട് വന്ന് ചോദിക്കാൻ വേണ്ടി വന്ന ആകെ തകർന്ന മട്ടില്ല ബാലേന്ദ്രൻ. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പോണേന്ന്. അപ്പോഴേക്കും മാലതി പറഞ്ഞു, ഇതിൻ്റെ പിന്നാലെ വരുന്ന പ്രശ്നം വേറൊന്നുമല്ല. ഇത് വൈജയന്തി അറിഞ്ഞു കഴിയുമ്പോൾ ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് വൈജയന്തി അറിയുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതാ എനിക്കൊരു ടെൻഷൻ. അതാ എനിക്കൊന്നും അറിയത്തില്ലാത്ത. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. ബാലേന്ദ്രന് വല്ലാത്തൊരു ടെൻഷനില്ല. അത് കേട്ടതും മാലതി പറഞ്ഞൊരു കാര്യം ചെയ്താലോ? നമുക്ക് വൈജയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ? എന്ത്? ഇതറിഞ്ഞെന്നോ? അത് വേണ്ട, അത് ശരിയാവുന്ന കാര്യമല്ല. ഇപ്പം വൈജയോട് നമ്മളായിട്ടൊന്നും പറയണ്ട. എന്താണെന്ന് വെച്ചാൽ ബാലേന്ദ്രൻ തന്നെ ചെയ്യട്ടെ. ബാലേന്ദ്രന് വ്യക്തമായ വിവരങ്ങൾ കിട്ടിയിട്ടായിരിക്കുമല്ലോ ഇതുമായിട്ട് ബാലേന്ദ്രൻ ഇറങ്ങി പുറപ്പെട്ടെ. അല്ല, ഇപ്പോൾ വൈജി അന്വേഷിക്കുന്നുണ്ടായിരിക്കും ചിലപ്പം. ബാലേന്ദ്രൻ ഇന്ന് തന്നെ അങ്ങോട്ട് ചെന്നോളൂ. ഇനിയിപ്പം നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ വന്നേ ഏതാന്നൊക്കെ ചോദ്യങ്ങൾ 100 ചോദ്യങ്ങളുണ്ടാവും. അങ്ങനെ അവർ സംസാരിക്കുക. ഈ സമയത്ത് ബാലേന്ദ്രൻ ഒരു ബാറിലേക്ക് ചെല്ലുന്നേ. ബാറിലേക്ക് ചെന്നിട്ട് അവിടെ നന്നായിട്ട് മദ്യപിക്കുകയാണ്. ബാലേന്ദ്രന് മദ്യപിച്ചിട്ടും അങ്ങോട്ട് തലയ്ക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ അവസ്ഥയായിരുന്നു. ബാലേന്ദ്രൻ്റെ മനസ്സിൽ വൈജയന്തി തന്നെ ചതിച്ചു എന്നൊരു ചിന്തയാണ്. ബാലേന്ദ്രൻ അതൊന്നും പിച്ചുമ്പേയും പറയുന്ന പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മദ്യപിച്ച് ലൊക്കെ കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന ഗ്ലാസ്സൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക. അപ്പോഴേക്കും ബാറിലെ അവിടെ വന്നിട്ടുണ്ട്, സാറേ ഇതൊന്നും നശിപ്പിക്കില്ല എന്നൊക്കെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല. ബാലേന്ദ്രൻ എല്ലാം എറിഞ്ഞുടയ്ക്കാനുള്ള ദേഷ്യമായിരുന്നു. അത് വൈജയോട് ഉള്ള ദേഷ്യം. എത്രയും പെട്ടെന്ന് ചെല്ലണം. അവളുടെ കള്ളത്തരങ്ങൾ ഇത്രയും കാലം അവൾ തന്നെ വിദഗ്ധമായിട്ട് കളിപ്പിച്ചു. ഇനി താനാണ് അവൾക്കിട്ട് പണി കൊടുക്കാൻ പോകുന്നത്. താൻ എന്താ ചെയ്യാൻ പോകുന്നത് അവൾ അറിയാൻ പോകുന്നുള്ളൂ. അതൊക്കെ ഓർത്തിട്ട് ബാലേന്ദ്രൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. എത്രയും പെട്ടെന്ന് വൈജയന്തിയെ കാണണം എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ സമയം വൈജയന്തി വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ടും ബാലേന്ദ്രൻ വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷൻ. അപ്പോഴേക്കും കൃഷ്ണമോട് വന്നിട്ട് പറഞ്ഞു, ഇനി അച്ഛനെ വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ അമ്മേ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. അച്ഛൻ ഇതിനായിട്ട് വന്നില്ലെങ്കിൽ എവിടെ എന്താണെന്നും അറിയത്തില്ലല്ലോ. ഒരു കംപ്ലൈൻറ്റും കൂടെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അപ്പോഴേക്കും വൈജു പറഞ്ഞു, കംപ്ലൈൻറ്റോ? പിന്നല്ലാതെ അച്ഛനെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് എത്ര സമയം ഇങ്ങനെ കാത്തിരിക്കുന്നേ? ഇതുവരെയായിട്ട് അച്ഛൻ വന്നില്ലല്ലോ. അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം പർച്ചേസ് വല്ലതും നടത്താൻ പോയതാണെങ്കിലോ? പർച്ചേസ് നടത്താൻ പോയതാണെങ്കിൽ അച്ഛൻ വിളിച്ചു പറയില്ലേ അമ്മേ? ഇപ്പം വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ലോ. പിന്നെ അമ്മ ഇങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടുതൽ വൈജയന്തി പറഞ്ഞ് നോക്കാം, കുറച്ച് സമയം കൂടെ നോക്കാം, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം.
അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അലീനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. സാർ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ സാറിന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലേക്കും വരിക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.